അസ്സലാമലൈക്കും. റമളാൻ മാസമായിട്ട് ഉമ്മ പറയണ്ടായിരുന്നു പൊന്നു മോനെ നേരത്തെ നീക്കണം, എല്ലാ വക്കത്തിനും പള്ളിയിൽ പോകണം എന്നൊക്കെ. ഉമ്മയുടെ ആഗ്രഹമല്ലേ. ഞാൻ എന്ത് ചെയ്ത് 4:45 അലാറൊക്കെ വെച്ച് എണീക്കാൻ തോന്നണ നല്ല തണുപ്പ് ഏശൊക്കെ ഇട്ടിട്ടാണ് കിടക്കണത്. കറണ്ട് ബില്ല് ഇപ്പിയാണ് കൊടുക്കണത്, കാരണം പിന്നെ കുഴപ്പമില്ലല്ലോ. ഒരാൾ ഇവിടെ കിടക്കണമൊക്കെ എന്തൊരു സുഖമായിട്ടാണ് കിടക്കണത്. എണീറ്റ് പല്ലൊക്കെ തേച്ച് താഴത്ത് പോയേക്കുമ്പോ ഒരാളിരുന്ന് ഫുഡ് അടിക്കണ്. മറ്റാൾ എന്തേ നോക്കുമ്പോൾ മറ്റാൾ ഇതാ ഫുഡ് ഉണ്ടാക്കണത് നോക്കിക്കണ്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആള് ബ്രെഡൊക്കെ എടുത്ത് ന്യൂട്ടെല്ലൊക്കെ തേച്ച് അടിക്കാൻ പോവാണ്. ഞാൻ പിന്നെ ഡയറ്റായ കാരണം 4 മുട്ട അത് പുഴുങ്ങി കൊടുന്ന് അത് തിന്ന് അതൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് നേരെ പള്ളിയിലോട്ട്. സുബൈക്ക് കുറേ കാലമായി പള്ളിയിൽ പോയിട്ട് ഉസ്താദ് കണ്ട എന്തെങ്കിലും പറയണാവോ. അങ്ങനെ നേരെ പള്ളിയിലോട്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങളല്ല, ഞാൻ ഒറ്റക്കുള്ളൂ കേട്ടോ. ഉപ്പ നേരത്തെ പോയി. അങ്ങനെ ഞാൻ പള്ളിയിൽ വന്ന് നോക്കി. പള്ളിയിൽ വന്നപ്പോൾ നിസ്കാരമൊന്നും തുടങ്ങിയില്ല. ഒതുർത്ത് വേഗം നിസ്കാരമൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പെണ്ണിനും ചവിട്ടി ഓളെ നീപ്പിച്ച് വണ്ടിയും വെച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ പോകുന്നു. അങ്ങനെ കുന്നംകുളത്തേക്ക് ഞങ്ങൾ രണ്ടാളും കൂടി പോയി ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വണ്ടിമ്മ കയറ്റി. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പച്ചക്കറി മാർക്കറ്റിൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ പറഞ്ഞു ഒന്നും വേണ്ടെന്ന്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ നോർമലോ 10-800 റുപ്യക്ക് സാധനം മേടിച്ച് ചാക്കിൽ മൊത്തം എവിടെ വെക്കുക ഒക്കെ കൂടിയിട്ട് അങ്ങനെ അതും വെച്ച് പിന്നെ ഞങ്ങളിങ്ങനെ പാടത്തൊക്കെ കൂടെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പിന്നെ ചായ മേടിച്ചു കൊടുക്കണ്ടല്ലോ നോമ്പായ കാരണം. അത് കാരണം രക്ഷപ്പെട്ട് ആ പൈസ പോക്കറ്റിരിക്കും. അങ്ങനെ നേരെ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഇങ്ങനെ ചൂണ്ടലിടുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒക്കെ നോക്കി നിന്ന് എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് റൊമാൻസ് പാട്ടൊക്കെ പാടി ഞങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് എത്തിയപ്പോൾ മോൾ അവിടെ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കേട്ട് ഓളിയും കെട്ടിപ്പിടിച്ച് കിടന്ന്. പിന്നെ മാമൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വിളിച്ചു പറഞ്ഞ് വേഗം കുളിച്ച് ഒരുങ്ങിയിട്ട് വായിരുന്നു. ഞാൻ വന്നതും കുറച്ച് നേരം മോളായിട്ട് കിടന്ന് പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. അങ്ങനെ പെർഫ്യൂം അടിക്കാൻ നേരത്ത് പിന്നെ പെർഫ്യൂം അടിക്കാൻ പാടില്ല എന്നാണല്ലോ, അല്ലെങ്കിൽ തന്നെ നമ്മളെ വിചാരം കുറേ പെൺകുട്ടികളുണ്ട്, ഇനി പെർഫ്യൂം അടിച്ചിട്ടുള്ള പെൺകുട്ടികൾ കൂട്ടണ്ട. അങ്ങനെ പെർഫ്യൂം അടിക്കില്ല. അങ്ങനെ നേരെ വന്ന് നോക്കുമ്പോൾ ഇപ്പം മോളും കൂടിയിട്ട് അവിടെ നനയ്ക്കണം. അങ്ങനെ പാട് പറഞ്ഞ് മോളെ കുളിപ്പിച്ച് കൊടുക്ക്, മറ്റേന്ന് ഞാൻ കുളിപ്പിച്ച് കൊടുക്കാന്ന്. 2 മക്കളുണ്ടല്ലോ, 3 ഉണ്ട്. അതിൽ രണ്ട് പെൺകുട്ടികളായിട്ട് ചെല്ലാനാ പറഞ്ഞത്. അങ്ങനെ ആ 2 എടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ കാറിൽ ഇങ്ങനെ പോയി അവിടെ എത്തിയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഓൾക്ക് ഊഞ്ഞാലാടണം. അങ്ങനെ ഉമ്മമാനെ കൊണ്ട് ഊഞ്ഞാലൊക്കെ ആട്ടി ഞാനും ഉമ്മയും ഓളും കൂടിയിട്ട് അവിടെ ഇങ്ങനെ വരുമ്പോൾ ഉമ്മ പറഞ്ഞ് കോഴിമുട്ട മേടിക്കുക, കാടമുട്ട മേടിക്കാൻ. അങ്ങനെ ഞങ്ങൾ കാടമുട്ട മേടിക്കാൻ നിർത്തി. കാടമുട്ടൊക്കെ മേടിച്ച് ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പള്ളിക്കത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി അതൊക്കെ എടുത്ത് കിബില കണ്ടാന്ന് അറിയണ്ടേ, ൂബിലൊക്കെ കറക്റ്റാക്കി നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഓതാന്നൊക്കെ തോന്നി. എന്താണ് ഒരു ഉള്ളിലുണ്ട്, ഇത് 30 ദിവസമല്ല, ജീവിതത്തിൽ മൊത്തം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ ഖുർആനൊക്കെ എടുത്ത് കുറച്ച് നേരം ഓതി മനസ്സൊക്കെ ഒന്ന് ശുദ്ധതിൻ്റെ ശേഷം ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒപ്പം അങ്ങനെ കിടക്കുന്നത്. ഒപ്പാനായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കും ഒരു കുരിക്ക്. അങ്ങനെ ഒപ്പാനായിട്ട് കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് കിടന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കിടന്നു. അപ്പോൾ മോള് ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ മോളെടുത്ത് പോയപ്പോൾ മോളിൻ്റെ കുറച്ച് നേരം തല്ലൂടി. അപ്പോൾ ഇതിന് അസർ വാങ്ങിക്കൊടുത്തു. എന്ന് പറഞ്ഞ് പള്ളിയിൽ പോയിപ്പോൾ അങ്ങനെ ഉപ്പാനായിട്ട് പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. പറഞ്ഞ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തോ ഒന്ന് സഹായിച്ചു കൊടുത്തപ്പോൾ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലല്ലോ. അതും ശരിയാണ്, വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് പത്തിരിയൊക്കെ മറിച്ചിട്ട് കൊടുത്ത് പെണ്ണിന് നല്ല സഹായിച്ച്. പിന്നെ കാടമുട്ടയും മുട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ പുഴുങ്ങി. ഞാൻ ഡയറ്റിലാണ്, 5 കിലോ കുറയ്ക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പിന്നെ പൂച്ച ഉണ്ട് അവിടെ, പൂച്ചനായിട്ടൊക്കെ കുറച്ച് കിന്നാരം പറഞ്ഞു. അപ്പോൾ തന്നെ ചെക്കന്മാരെ വിളിച്ച് വെജിസ്ക ഉണ്ണിക്കാവായോ കളി തുടങ്ങിയിട്ട് വായുന്നു. അങ്ങനെ നേരെ പാടത്തേക്ക് പോയി വോളിബോൾ കുറച്ച് നേരം കളിച്ച് ഇജാസിൻ്റെ ടീമിനെ ഞങ്ങൾ രണ്ടാളും പൊട്ടിച്ച്. റാഫിച്ചിങ് കുട്ടികളും പെണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പാടത്തേക്ക്, എല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ് നേരെ മഗ്‌രിബ് വാങ്ങി കൊടുക്കാനായപ്പോൾ എല്ലാവരും കൂടി പള്ളിയിൽ പോയപ്പോൾ എന്നെ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. 2 മാസമായി ഗൾഫിൽ നിന്ന് വന്ന സുവാസിത പള്ളിക്ക് കൊടുക്കാൻ മറന്നു തോന്നുന്നു. എന്നിട്ട് സലാമൊക്കെ കാട്ടുണ്ടോന്. അങ്ങനെയൊക്കെ കാട്ടി നോമ്പ് തുറണ്ട് എന്ന് പറഞ്ഞപ്പോൾ വന്നുള്ള തോന്നുന്ന ആള്. അങ്ങനെ പള്ളിക്ക് നോമ്പ് തുറണ്ട് മഗ്‌രിബിന് എല്ലാവരും അവിടുത്തെ എല്ലാവരും കൂടിയിട്ട് നോമ്പ് തുറ ഒക്കെ സെറ്റാക്കി. അങ്ങനെ പള്ളിക്ക് നോമ്പ് തുറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് നേരം കൂടിയുള്ള വാങ്ങി കൊടുക്കാനൊക്കെ. ഇനി തറാബീസ്കാരും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഇനി പോയി എടുത്തിട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ തൽക്കാലം അതിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു.